യേശു പരസ്യജീവിതം ആരംഭിച്ച ശേഷം അങ്ങനെ വീട്ടിലൊന്നും വരുന്നില്ല. ഒരമ്മയ്ക്ക് അങ്ങനെയൊന്നും ഒരു മകനെ കളയാൻ പറ്റില്ലല്ലോ. ഒത്തിരി വേദനയുണ്ട് മകനെ ഓർത്ത്. അവൻ എവിടെ കിടന്നുറങ്ങി, അവൻ ഭക്ഷണം കഴിച്ചോ, അവനിപ്പോൾ ആരുടെ കൂടെയാണ്, ഒത്തിരി ചോദ്യങ്ങളാണ്. നമ്മൾ വചനത്തിന് വായിക്കുന്നുണ്ടല്ലോ, ഇവൻ വേശ്യകളോട് കൂട്ടുകൂടുന്നു, ചുങ്കക്കാരും പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട അവസാനം ഈ മകൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ അന്വേഷിച്ച് അവസാനം ഈ മകനെ കാണാൻ എത്തുകയാണ്. ഈ സമയത്തുള്ള ചോദ്യമാണ് ഒത്തിരി ആശങ്കപ്പെടുത്തുകയും വിവാദമുണ്ടാക്കിയുമായ ചോദ്യം: ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അമ്മ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടെ ആ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. ഒരു 30 വർഷം മുമ്പ് ഒരു രാത്രിയിൽ മാലാഖ വന്ന് പറഞ്ഞപ്പോൾ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വാക്കുകളൊക്കെ അമ്മയുടെ ഓർമ്മയിലുണ്ട്. മകനെ തൻ്റെ ദൗത്യത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് ഈ അമ്മ പിന്നീട് ആ മകൻ്റെ പിന്നാലെ പോയിട്ടേയില്ല. പിന്നീട് ഈ അമ്മ ചെയ്ത ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചാൽ മകനെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു.